അദ്ധ്യായം 97. സുആലും ജവാബും. ലോകത്ത് കെട്ടിടമാദ്യമാരാവാർത്തത് നബി നൂഹ് പുത്രൻ തന്നെ കൻആനാണത്. നബി നൂഹിനാ വയസ്സാദമേക്കാളധികവും എന്നുള്ളതിൽ എന്താ സുഹൃത്തേ സത്യവും. നബിയാദമേക്കാൾ വയസ്സ് നൂഹ് നബിക്കുമാ എന്നിബ്നു അബ്ബാസിന്റെ ഖൗലിൽ വ്യക്തമാ. ശരിയത്ര വയസ്സെന്നാ മഹാൻ പറയുന്നത് 450 മൽഫുമാണെണ്ണുന്നത്. നബി നൂഹ് എവിടെ ജനിച്ചു എവിടാ മരണവും. ജനനം ദിമിഷ്ക കൂഫയിൽ വെച്ചന്ത്യവും. ഇബാദത്തിനെനിക്കെന്തു മടിയാ ക്ഷീണവും. അത് മാറുവാനുണ്ടോ ഹബീബേ മാർഗവും. ഓതേണ്ടതാണൊരു 130 അതിനു താൻ. സുബ്ഹിക്കു ശേഷം യാ ഖവിയ്യോ യാ മതീൻ. ദൈനംദിനം 626 ഓതുന്നു എങ്കിൽ ഉണ്ടതിൽ അസ്റാറാ. ഇത് നല്ലതാ ചെയ്യാനെളുപ്പവുമുള്ളതാ. എതിലുള്ളതാണെന്നറിഞ്ഞാൽ നല്ലതാ. നബി ആദമിന് വയസ്സെത്രയാ പറയുന്നത്. അത് 1000 ഉണ്ടെന്ന് തന്നാണുള്ളത്. ആദം നബി മരിക്കുന്ന സമയം അറിയുമോ? ഭാര്യക്ക് പ്രായം എന്ത് വരുമെന്നോർക്കുമോ? 900 കൂടാതെ 97 വയസ്സുള്ളതിൽ പിന്നീട് ജീവിതമേഴ്. ഇതിൽ നിന്ന് നീ ചിന്തിച്ചു നോക്കവർക്കന്ന് സുഹൃത്തെ ശരിക്കും പ്രായമെന്തുണ്ടെന്ന്. 900 കൂടാതെ 91 ചിന്തിച്ചു നോക്കുമ്പോൾ ജവാബും വന്ന്. കോടാനുകോടി അനുഗ്രഹം നാമെല്ലാം വരിലും ചൊരിച്ചല്ലാഹു അസ്സ വജല്ല. അതിൽ നിന്ന് ഏറ്റവും വലുത് ഏതാണെന്ന് വിവരിച്ചു തരുമോ താങ്കളും എനിക്കിന്ന്. ഇസ്ലാമിലേക്ക് ഹിദായത്താക്കിയതാണ്. അൽഹംദുലില്ലാഹ് സ്തോത്രവും അവനാണ്. രണ്ടാമതായി ഏതാ ഹബീബേ എന്ന് അറിയാനെനിക്കും ആഗ്രഹം തുളുമ്പുന്ന. ആരോഗ്യമാണെന്ന ഹദീസിൽ വന്നതും അബ്ബാസ് അവർ പറയുന്നു നബിയിൽ നിന്നിതും. ആരോഗ്യമേറ്റം ആഴമുള്ളൊരു നിഅമത്താ. ഭംഗം ഭവിച്ചാൽ വലിയ വലിയ മുസീബത്താ. അതുകൊണ്ടു തന്നെ റബ്ബിനോടിക്കാര്യവും ചോദിക്കലും നമ്മൾ ഖുനൂത്തിൽ നിത്യവും. ഹിദായത്താണതിലുള്ള ചോദ്യമിലാദ്യവും. രണ്ടാമതായി തെണ്ടുന്നതാണ് ആരോഗ്യവും. രാജൻ മുവഫഖ് ഗുരുതരം രോഗത്തിലായി
ശുശ്രൂഷ ചെയ്യാൻ 40 ആളും വേണ്ടതായി. പകൽ20 അതുപോലെ രാത്രിയിൽ 20 കണക്കാക്കിയാണവൻ 40 നിൽക്കുന്നതും. നീരധികമായി രാജാവിനും 2 കാലുകൾ, വണ്ണിച്ചു പറയാനെത്തിക്കാലും ഉരലുകൾ. കിടക്കുന്ന രാജാവിൻ്റെ കട്ടിലു പൊക്കലും ഇവർക്കുള്ള ജോലിയിൽ ഉൾപ്പെടും അതു നീക്കലും. പറയുന്നു രാജൻ ഒരു ദിനം അവരോട്, അറപ്പും വെറുപ്പും വന്നുപോയി എന്നോട്. ഞാൻ നിങ്ങളോടൊപ്പം കഴിഞ്ഞാൽ മെച്ചമായി, വെറും കൂലിവേലയിൽ തന്നെ ആരോഗ്യത്തിലായി. ആരോഗ്യമില്ലാതെ അവസ്ഥയിൽ ഇന്ന് ഗുണമൊന്നുമില്ലീ രാജപദവിയിൽ നിന്ന്. 1,00,000 ആളുകൾ എൻ്റെ ജോലിയിലുണ്ട്, അവർക്കൊക്കെ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട്. അവരിൽ ഒരാളും എൻ്റെ സ്ഥിതിയിൽ ഇന്ന് കാണാൻ പ്രയാസം എന്നു താൻ പറഞ്ഞെന്ന്. ഈമാൻ കഴിഞ്ഞാൽ പിന്നിതാ വലുതെന്ന് ഞാൻ തന്നെ തലകുനിച്ചിന്ന് സമ്മതിക്കുന്നു. വെള്ളത്തിലേറ്റം അഫ്ളലേതാണെന്ന് വിവരിച്ചു തരുമോ താങ്കളും എനിക്കിന്ന്? അത് മുസ്തഫ നബി വിരലിനിടയിൽ നിന്നും പ്രവഹിച്ച വെള്ളം തന്നെയെന്നും ഇന്നും. രണ്ടാമതേതാണെന്ന് കൂടിയുണർത്തണേ, അതു സംസമാണെന്നുള്ളതും താനോർക്കണേ. മൂന്നാമതേതാണ് അഫ്ളലെന്നും കൂടി പറയുന്ന പക്ഷം വിജയമായി പരിപാടി. എന്നാൽ ഹബീബേ കേൾക്ക്, ഹൗളുൽ കൗസറ ഒഴുകുന്നതും സ്വർഗത്തിലാണെന്ന ഷഹറ. നാലാമത്തേതാണെന്നു കേൾക്കാൻ മോഹവും എനിക്കുണ്ട്, വേഗം തീർക്കണേ ആദാഹവും. അത് നൈൽ നദി തന്നെന്ന് പറയുന്നുണ്ട്, ഈജിപ്തിലാണെന്നും നമുക്കറിവുണ്ട്. പിന്നീട് വെള്ളം എന്തിനാശീറ്റുള്ളത് എന്നുള്ളതാണ് സോദരാ കിട്ടേണ്ടത്. അത് കേൾക്കണോ, ലോകത്തെ വെള്ളം തുല്യമാ, ഒന്നൊന്നിനേക്കാൾ മെച്ചമില്ലത് വ്യക്തമാ. ഈ വിവരം അതിലുണ്ടെന്ന് ഒന്നും കൂടി പറയുന്ന പക്ഷം മോടി വീണ്ടും കൂടി. തിന്നുന്നതിൽ ശരിയുണ്ടോ നിന്നും കൊണ്ട്, കുടിക്കുന്നതിൽ ശരിയല്ല എന്നറിവുണ്ട്. ശരിയല്ല രണ്ടും നിന്നുകൊണ്ടെന്നുണ്ട്. റിപ്പോർട്ടതിൽ അനസ് ഇബ്നു മാലിക്കിനുണ്ട്. അനസെന്നവർ പറയുന്നു, നബിയും ഒരു ദിനം നിന്നുള്ള കുടിയിൽ ചെയ്തു നഹിയും കർശനം.
തിന്നുന്നതിൽ എന്താണ് നിയമം എന്ന് ചോദിച്ചു അപ്പോൾ മുസ്തഫ പറയുന്നു, കുടിക്കുന്നതേക്കാൾ ശർറ് തന്നാണെന്നാ തിരുനബിയിൽ നിന്നു ജവാബ് വന്നതുമെന്നാ. ആദം നബിക്കറിവുള്ള ഭാഷയുടെണ്ണവും പറയാൻ ശരിക്കുണ്ടോ ഹബീബേ ധൈര്യവും? എന്തിന്ന ധൈര്യം സോദര അതിൻ്റെ എണ്ണവും തിരുമുസ്തഫ പറഞ്ഞിട്ടുമുണ്ടേ കൃത്യവും. എന്നാൽ ഹബീബേ ഒന്നു പറയെന്നോട്, കേൾക്കാൻ എനിക്കത് മോഹമായി ഹുബ്ബോട്. അത് 7 ലക്ഷം ഭാഷയാ പഠിപ്പിച്ചത് എന്നാ ഹദീസിൽ വ്യക്തമായി പറയുന്നത്.